ഹായ്. അങ്ങനെ കുറച്ച് വൈകിട്ടാണെങ്കിലും നമ്മുടെ ശങ്കർ സാറിന്റെ ഗെയിം ചേഞ്ചർ മൂവി ഞാൻ കണ്ടു. ഇതൊരു ഗെയിം ചേഞ്ചർ തന്നെയാണ്. കാരണം ഇയാളുടെ കുറേ പടത്തിൽ നിന്നും എടുത്തു വെച്ചിട്ടുള്ള ഒരു കഥയാണ് ഈ ഗെയിം ചേഞ്ചർ. അതായത് ഗെയിം ഓവർ ആക്കിയിട്ടുള്ള ഈ രാം ചരൺ മൂവി. പടത്തിലെ കഥ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. അപ്പൊ ഇതിലിടക്ക് നായകന്റെ കുറച്ച് ഫ്ലാഷ് ബാക്ക് ഉണ്ട്, അതേപോലെ നായകന്റെ അച്ഛന്റെ കുറച്ച് ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അപ്പൊ കുറച്ച് സീനൊന്നും വലിയ കുഴപ്പമില്ല. ബാക്കിയെല്ലാം പല പടങ്ങളിൽ നിന്നും അടിച്ചു മാറ്റിയിട്ട് ശങ്കർ സാർ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു പടമാണ് ഗെയിം ചേഞ്ചർ മൂവി. അതായത് ആന്ധ്രാപ്രദേശിലൊരു CM അങ്ങേര് മരിക്കാൻ കിടക്കുന്ന സമയത്ത് അങ്ങയുടെ രണ്ട് മക്കളായിട്ടുള്ള ജയറാമേട്ടനും SJ സൂര്യയും തമ്മിൽ അടുത്ത CM ആരാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ കഥാനായകൻ രാം ചരൺ വരുന്നത്. രാം ചരൺ സ്വന്തം നാട്ടിൽ IAS ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഈ IAS ഒക്കെ എങ്ങനെ ആയി എന്നുള്ളതിന്റെ ഫ്ലാഷ് ബാക്ക് വേറെ വരുന്നുണ്ട്. ഇങ്ങനെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ചൂടനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ഇയാളുടെ ചൂടനായിട്ടുള്ള ഈ സ്വഭാവം മാറ്റിയെടുക്കാൻ കഥാനായിക ഇങ്ങനെയൊക്കെ കുറച്ച് ടിസ്റ്റുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേഷ്യം മാറിപ്പോകും, അല്ലെങ്കിൽ നട റോട്ടിൽ ഇറങ്ങി എന്നിട്ട് ഡാൻസ് കളിച്ച ദേഷ്യം മാറും, അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് എടുത്ത് കയ്യിലിട്ട് 4 പടപടച്ച് കഴിഞ്ഞാൽ ദേഷ്യം മാറും. അങ്ങനൊക്കെ പറഞ്ഞ് ഈ നായകനെ ഒന്ന് സെറ്റാക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഇതിലൊന്നും ഈ നായകൻ ശരിയാവുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഈ നായിക ഒരു ടെസ്റ്റ് ഇട്ട് കൊടുക്കുക, നിനക്ക് എന്തെങ്കിലും ഉദ്യോഗപരമായിട്ടുള്ള സംഭവങ്ങൾ കിട്ടുകയാണെങ്കിൽ നീ സെറ്റാവും, അപ്പോൾ ആൾക്കാർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ റെഡി ആവുമെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ IAS പോകുന്നു. IAS പോയ ആള് 4 മാർക്കിന്റെ കുറവിന് IPS ആയി മാറി തിരിച്ചു വരുമ്പോൾ ഈ നായിക അവിടുന്ന് കണ്ടം വഴി വിട്ടു പോകുന്നു. പിന്നെ ഈ നായികക്ക് വേണ്ടിയിട്ടാണ് IAS ആയിട്ട് വന്നിട്ടുള്ളത്. IAS ആയിട്ട് സ്വന്തം നാട്ടിലോട്ട് എങ്ങനെ വരുന്നത്. അങ്ങനെ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ അവിടെയുള്ള ഈ ഗുണ്ടാലിസ്റ്റിലുള്ള ആൾക്കാർ, അതേപോലെ അക്രമപരമായിട്ട് സമ്പാദിക്കുന്ന ആൾക്കാരെ എല്ലാവരെയും ഒറ്റ ദിവസം കൊണ്ട് വിളിച്ചു വരുത്തി, ഒറ്റ ദിവസം കൊണ്ട് ഒരു അരിക്കട തന്നെ ബാങ്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ഒരു വലിയ മാൾ ഒരു 5 മിനിറ്റ് കൊണ്ട് തകർത്ത് കളഞ്ഞ് മറ്റുള്ളവർക്ക് ഒരു ഭീഷണിയുടെ രൂപത്തിൽ നിങ്ങൾ ശരിയായില്ലെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ ഗതി എന്നൊക്കെ പറഞ്ഞ് ആശാൻ ഇങ്ങനെ സെറ്റപ്പ് ആയിട്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഈ നായികയെ പോയി കാണുന്നു. അവിടെ ഒരു 5-6 പാട്ടും കാര്യങ്ങളും, പിന്നെ എന്താ പറയാ 2 ബോർഡർ, എന്നാണ് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ രാജ്യത്തിന് ഇപ്പുറത്തെ രാജ്യത്തോട്ട് പോരുന്ന പറഞ്ഞ പോലെ ബോർഡർ ലവ് ഒക്കെ ഉണ്ട്. അതിലിടക്ക് പിന്നീട് ഈ എന്താ പറയാ ഈ നേരത്തെ പറഞ്ഞില്ലേ ഈ ഗുണ്ടകളെ സെറ്റാക്കുന്ന സമയത്ത് ഈ ഗുണ്ടകളുടെ നേതാവായിട്ട് വരുന്നത് നമ്മുടെ SJ സൂര്യയും പിന്നെ നമ്മുടെ ജയറാമേട്ടനാണ്. ജയറാമേട്ടൻ ഫുൾ കോമഡിയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കോമഡി വാരി വിതറി തെറിച്ച് തുളുമ്പി നിൽക്കുകയാണ്. പക്ഷെ ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ എന്താണോ കോമഡി ആണോ ചെയ്തത് അതോ വില്ലത്തരാണോ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ SJ സൂര്യയുടെ ആൾക്കാരൊക്കെ ഇവൻ ഒരുവിധം, അതായത് നമ്മുടെ കഥാനായകൻ ഒരുവിധം സെറ്റാക്കി വെച്ചിരുന്ന സമയത്ത് ഇവർ തമ്മിലാണ് പിന്നെ ക്ലാഷ് ആയിട്ട് വരുന്നത്. അങ്ങനെ ഇതിലിടക്ക് ഈ CM തട്ടിപ്പോവും. അങ്ങനെ CM തട്ടിപ്പോയപ്പോ CM ഒരു വീഡിയോ റെക്കോർഡൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ മരിക്കുന്ന സമയം കൊണ്ട്. ഈ റെക്കോർഡിൽ പറയുന്നുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത CM ആയിട്ട് നമ്മുടെ രാം ചരനെ സെറ്റാക്കണം എന്ന് പറയുന്നു. അത് കേട്ട ഉടനെ തന്നെ എല്ലാവരും രാം ചരനെ CM ആക്കാൻ വേണ്ടി സെറ്റാക്കുന്നു. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരാൾക്കൊക്കെ CM ആവാൻ പറ്റും കേട്ടോ. ഇലക്ഷനോ കാര്യങ്ങളൊന്നും വേണ്ട, നേരെ പോയിട്ട് CM ആവാൻ പറ്റും. ഇപ്പൊ ഞാൻ മരിക്കുകയാണെങ്കിൽ ഞാൻ CM ആണെങ്കിൽ ഞാൻ വേറെ ആളെ പറയണമെങ്കിൽ അപ്പൊ തന്നെ അങ്ങനെ CM ആക്കാനൊക്കെ പറ്റുന്ന ഒരു കഥയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അങ്ങനെ ആ ഒരു CM ആവാൻ വേണ്ടി വരുന്ന സമയത്ത് മക്കള് ഇതിനെ എതിർക്കുന്നതും അതിൻ്റെതായ കുറച്ച് ക്ലാഷും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇവനെ CM ആക്കാളെ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്റെ അച്ഛൻ ക്യാരക്ടർ വരുന്നുണ്ട്. സെയിം ആള് തന്നെയാണ്, രാംചരൺ തന്നെയാണ് അച്ഛനും. അങ്ങനെ ഇദ്ദേഹത്തിന്റെ നാട്ടില് ഒരു നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന ഒരാളാണ്. ആൾക്ക് വിക്കലുണ്ട്. അപ്പോ ഈ വിക്കലുള്ള കാരണം കൊണ്ട് രാഷ്ട്രീയത്തില് കയറാൻ പറ്റില്ല എന്നുള്ളൊരു കഥ എങ്ങനെയാണ് ഇങ്ങനെ തോന്നിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അത് കാരണം ഈ വിക്കലായിട്ടുള്ള ആളുടെ ആശയങ്ങൾ മറ്റൊരാള് ഏറ്റെടുത്ത് ചെയ്യുന്ന രീതിയിലും ഇങ്ങനെ കൊല്ലുകയാണ്. എന്നിട്ട് ആ ഒരു രാഷ്ട്രീയത്തിന്റെ അവസ്ഥയിലോട്ട് വന്ന സമയത്ത് ഇങ്ങനെ കൊല്ലുകയും, ഈ കൊന്നത് നമ്മുടെ ഈ മരിച്ചുപോയ CM ആണ്. പഴയ കാലത്തുള്ള ഒരു കഥ. അങ്ങനെ ആ ഒരു സംഭവം അതിന്റെ ഒരു എന്താ പറയാ അതിന്റെ ഒരു
കാരണം കൊണ്ടാണ് ഇങ്ങനെ, അതായത് രാംചരനെ ഡയറക്റ്റ് CM ആക്കാൻ ഉദ്ദേശിക്കുന്നതും പിന്നെ അവർ തമ്മിൽ ഉള്ള ഒരു ഫൈറ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് ഈ പടം പോകുന്നത്. ശരിക്കും ഈ പടം ചില ഭാഗങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല എന്താണോ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ചില ഭാഗങ്ങൾ ഞാൻ ഉറങ്ങിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. പക്ഷെ ശങ്കർ സാറിന് എന്ത് പറ്റി എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ പടം കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്ക്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.